Now we shall discuss compensation or general damages for wrongful dishonor. Dishonor means refusal by a paying banker to make the payment when a check is presented for payment. And this is the case in case of all the negotiable instruments. Negotiable instruments, എല്ലാ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസും ചെക്ക് ഉൾപ്പെടെ പേയ്മെൻറ്റ് റെഫ്യൂസ് ആയി കഴിഞ്ഞാൽ അത് ഡിസോണറായി മാറും. In case of check, when a check is presented for payment, if the paying banker refuses to make the payment, that means the check is dishonored. ഒരു ചെക്ക് ഡിസോണറായി കഴിഞ്ഞാൽ അക്കൗണ്ട് ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം അയാൾക്കതുകൊണ്ട് മാനഹാനി ഉണ്ടാകാം. അതുപോലെ തന്നെ മറ്റ് ഒരു ട്രേഡർ ആണെങ്കിൽ അയാൾക്ക് മറ്റ് നഷ്ടങ്ങളുണ്ടാകാം. ഒരു റോങ്ഫുൾ ഡിസോണർ ആണ് എങ്കിൽ സഫീഷ്യൻറ്റ് ഫണ്ടുണ്ട്, ഈ ചെക്ക് പ്രോപ്പറായിട്ടാണ് ഡ്രോ ചെയ്തിരിക്കുന്നത്, മറ്റ് യാതൊരു ഡിഫക്റ്റുമില്ല. ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ബൈ മിസ്റ്റേക്ക് ഓർ മൈ നെഗ്ലിജൻസ് ഇഫ് ദി പേയ്മെൻറ്റ് ഈസ് ഡിനൈഡ് ബൈ എ പേയിങ് ബാങ്ക്, ദാറ്റ് മീൻസ് റോങ്ഫുൾ ഡിസോണർ. അപ്പം അങ്ങനെ റോങ്ഫുൾ ഡിസോണർ ഉണ്ടായിക്കഴിഞ്ഞാൽ ബാങ്കർക്ക് കസ്റ്റമറെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരു ബാധ്യത ഉണ്ടാകും. അപ്പോൾ ആ ഒരു കോമ്പൻസേറ്റ് ചെയ്യുന്നത് ജനറൽ ഡാമേജസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഉണ്ടാകാം. ജനറൽ ഡാമേജസ് പൊതുവായിട്ട് കൊടുക്കുന്ന ജനറൽ ഡാമേജ് ഏത് റോങ്ഫുൾ ഡിസോണർ ഉണ്ടായിക്കഴിഞ്ഞാലും അത് ക്ലെയിം ചെയ്യാൻ കസ്റ്റമർക്ക് റൈറ്റ് ഉണ്ട്. സോ ജനറൽ ഡാമേജ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഈസ് പേബിൾ ബൈ ബാങ്കർ ടു എ കസ്റ്റമർ കോസിങ് അനോയൻസ്. അയാൾക്കെന്താ ആ കസ്റ്റമർക്ക് നഷ്ടം സംഭവിക്കുന്നു, അല്ലെങ്കിൽ ആ കസ്റ്റമർ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നു. ഇങ്ങനെ വരുന്ന കേസുകളിലാണ് നമ്മൾ ഫോർ സഫറിങ് ഇഞ്ചുറി ടു ഹിസ് റെപ്യൂട്ടേഷൻ. ഇപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ ഒരു ജനറൽ ഡാമേജസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ജനറൽ ഡാമേജസിൻ്റെ ഇഫ് ദി ചെക്ക് ഈസ് ഓഫ് സ്മോൾ എമൗണ്ട്, ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും ചിലപ്പോൾ വലിയ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ചെറിയ എമൗണ്ട് ഉള്ള ഒരു ചെക്ക് ഡിസോണർ ആയി കഴിഞ്ഞാൽ അത് ആ കസ്റ്റമറിൻ്റെ റെപ്യൂട്ടേഷനെ കൂടിയ രീതിയിൽ ബാധിക്കും. ഇപ്പോൾ 100 രൂപയ്ക്ക് പോലും തനിക്ക് വിലയില്ല. കാരണം ഒരു 100 രൂപയുടെ ചെക്ക് കൊടുത്തു ഡിസോണറായി കഴിഞ്ഞാൽ 100 രൂപ പോലും ട്രസ്റ്റ് വർത്തി അല്ല എന്നൊരു സാഹചര്യം വന്നു കഴിയുമ്പം അത് ആ കസ്റ്റമറിൻ്റെ റെപ്യൂട്ടേഷനെ കൂടുതലായിട്ട് അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് കൂടുതലായിട്ട് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. എമൗണ്ട് കുറയും തോറും ബാങ്കിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ബാധ്യത കൂടി വരികയാണ് ചെയ്യുന്നത്. ദെൻ ട്രേഡ് കസ്റ്റമർ ആണെങ്കിൽ അതും വ്യത്യാസം പറയുന്നുണ്ട്. ട്രേഡ് കസ്റ്റമറും ജനറൽ കസ്റ്റമറും തമ്മിൽ ട്രേഡ് കസ്റ്റമറാണ് റോങ്ഫുൾ ഡിസോണർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കസ്റ്റമറിൻ്റെ ബിസിനസ്സിനെ വരെ അത് ബാധിക്കാം. ഒരു ജനറൽ കസ്റ്റമർക്കുണ്ടാകുന്ന നഷ്ടത്തിനേക്കാളും ട്രേഡ് കസ്റ്റമറിൻ്റെ നഷ്ടം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടൊരു ട്രേഡ് കസ്റ്റമറിൻ്റെ ഒരു ചെക്കാണ് റോങ്ഫുൾ ഡിസോണർ വരുന്നതെങ്കിൽ ദി ബാങ്ക് വിൽ ബി ലയബിൾ ടു പേ മോർ കോമ്പൻസേഷൻ. ഇപ്പം ട്രേഡ് കസ്റ്റമർ ആണെങ്കിൽ അവിടെ നോമിനൽ ഡാമേജ് മാത്രം കൊടുത്താൽ പോരാ, അവിടെ കൂടുതലായിട്ട് ഡാമേജ് കൊടുക്കേണ്ടി വരും. A trader can get substantial general damage for wrongful dishonor. കൂടിയ എമൗണ്ട് ആണ് സബ്സ്റ്റാൻഷ്യൽ വളരെ കൂടിയൊരു എമൗണ്ട് റോങ്ഫുൾ ഡിസോണർ കിട്ടാൻ സാധിക്കും. ഇഫ് വിതൗട്ട് പ്രൂവിങ് ദി ആക്ച്വൽ ഡാമേജ് ടു ക്രെഡിറ്റ്. അപ്പോൾ അയാൾക്കുണ്ടാകുന്ന ഡാമേജ് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല, അയാൾക്ക് കൂടുതലായിട്ട് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും, കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇനി ഒരു നോൺ ട്രേഡർ കസ്റ്റമർ ആണെങ്കിൽ ഹീ ക്യാൻ ഗെറ്റ് ഓൺലി നോമിനൽ ഡാമേജസ്. കാരണം അയാളുടെ റെപ്യൂട്ടേഷനെ ഒരു ട്രേഡിംഗ് കസ്റ്റമർ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നത് പോലെ കൂടുതലായിട്ട് ബാധിക്കുന്നില്ല. ട്രേഡിംഗ് കസ്റ്റമർക്ക് ഒരു റോങ്ഫുൾ ഡിസോണർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആ കസ്റ്റമറിൻ്റെ ബിസിനസ്സിനെ തന്നെ കാര്യമായിട്ട് ബാധിക്കാം. അപ്പോൾ അതുകൊണ്ട് ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓൾസോ ക്യാൻ ബി അഫക്റ്റഡ്. അപ്പോൾ അതുകൊണ്ടൊരു ട്രേഡിംഗ് കസ്റ്റമർക്ക് സബ്സ്റ്റാൻഷ്യൽ ജനറൽ ഡാമേജ് ക്യാൻ ബി ക്ലെയിംഡ്. അതേസമയം ഒരു നോൺ ട്രേഡർ കസ്റ്റമർ ആണെങ്കിൽ അയാളുടെ ആ എത്രമാത്രം റെപ്യൂട്ടേഷൻ സഫർ ചെയ്തിട്ടുണ്ടോ അതിനൊരു നോമിനലായിട്ട് ഒരു ജനറൽ ഡാമേജേ ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകുകയാണെങ്കിൽ ഇനി ഒരു കസ്റ്റമർക്ക് ഒരു റോങ്ഫുൾ ഡിസോണർ കൊണ്ട് ലോസ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാകുകയാണെന്ന് അയാളുടെ ലാഭത്തെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നു കഴിയുമ്പോൾ കൂടുതലായിട്ട് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് നോൺ ആസ് സ്പെഷ്യൽ ഡാമേജസ് ഫോർ ഫിനാൻഷ്യൽ ലോസ്. ഇപ്പോൾ ഒരു ചെക്ക് ഡിസോണർ ആയതുകൊണ്ട് ആ ട്രേഡറിൻ്റെ ബിസിനസ് കുറഞ്ഞു. അങ്ങനെ ബിസിനസ് കുറഞ്ഞതുകൊണ്ട് അയാളുടെ പ്രോഫിറ്റിനെ അത് അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്തു. ഇപ്പം ആ വർഷത്തെ പ്രോഫിറ്റിനെ അത് കാര്യമായിട്ട് ബാധിച്ചു. ഇപ്പം ഇങ്ങനെ വരുന്ന കേസിൽ സ്പെഷ്യൽ ഡാമേജസ്
സാമ്പത്തിക നഷ്ടത്തിന് ബാങ്കുകൾ സ്പെഷ്യൽ ഡാമേജസ് കൊടുക്കേണ്ടി വരും. അതൊരു കസ്റ്റമർക്കാണ്, ഒരു ട്രേഡർക്കാണ് ഇത് ക്ലെയിം ചെയ്യാവുന്നത്. ദെൻ ഒരു അപകീർത്തികരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. മാനനഷ്ടം സംഭവിക്കുന്നു, ഇതിൻ്റെ ഒരു ചെക്ക് ഡിസോണ്ടർ ആയപ്പോൾ ബാങ്ക് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്ക് കൊടുത്ത ഉത്തരം കൊണ്ട് ഒരു കസ്റ്റമറിന് മാനഹാനി ഉണ്ടാവുകയാണ് എങ്കിൽ ആ മാനഹാനിക്ക് സബ്സ്റ്റാൻഷ്യലായിട്ട് ഡാമേജസ് ഉണ്ടാവുകയും അത് കോമ്പൻസേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. ഇപ്പം ജനറൽ ഡാമേജസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. ഇപ്പം ഒരു നോൺ ട്രേഡർ കസ്റ്റമർ ആണെങ്കിൽ സ്പെഷ്യൽ ഡാമേജസ് ഫോർ ഫിനാൻഷ്യൽ ലോസും അതുപോലെ ജനറൽ ഡാമേജസ് ഫോർ ലബിലിസ് സ്റ്റേറ്റ്മെൻറ്റ്, ഈ 2 കേസാണ് വരാവുന്നത്. നമ്മളതിൻ്റെ ആ ഡാമേജസിൻ്റെ ഒരു നഷ്ടം, ഒരു റോങ്ഫുൾ ഡിസോണ്ടർ ഉണ്ടായിക്കഴിഞ്ഞാൽ ബാങ്കർക്ക് കസ്റ്റമറെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടതായ ബാധ്യത ഉണ്ടാകും. അതാണ് ഓർത്തിരിക്കേണ്ടത്. ജനറൽ ഡാമേജസ് ആകാം, സ്പെഷ്യൽ ഡാമേജസ് ആകാം, ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഈസ് MICR ചെക്സ് ഓർ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ ചെക്ക്. അതൊരു പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ടെക്നോളജിക്കൽ ഇന്നോവേഷനാണ് MICR. ഇപ്പം MICR ചെക്ക് മീൻസ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. MICR ചെക്ക് ഈസ് എ ന്യൂ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ introduced by the Reserve Bank of India for the speedy processing of checks. ഈ ഒരു ടെക്നോളജിക്കൽ ഇന്നോവേഷൻ MICR ചെക്ക് RBI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി സ്പീഡി പ്രോസസ്സിങ് ഓഫ് ചെക്സിന് വേണ്ടിയാണ്. പെട്ടെന്ന് തന്നെ ചെക്കിൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആക്കുക. നമ്മൾ ചെക്ക് കളക്ഷന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കളക്ഷൻ നടത്തി അക്കൗണ്ടിൽ എത്രയും പെട്ടെന്ന് തന്നെ എമൗണ്ട് ക്രെഡിറ്റ് ആവുക. ഇതിന് വേണ്ടിയിട്ടാണ് RBI ഈ ഒരു അറേഞ്ച്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ഇത് ആദ്യം നടത്തിയ കാലത്ത് ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ മാത്രമായിരുന്നു. ഇപ്പോൾ അത് എല്ലാ സിറ്റികളിലേക്കും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 4 മെട്രോപൊളിറ്റൻ മുംബൈ, കൊൽക്കത്ത, ചെന്നൈ ആൻഡ് ന്യൂഡൽഹി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ 4 മെട്രോപൊളിറ്റൻ സിറ്റികളിലായിരുന്നു. ഇപ്പോൾ ഇത് മറ്റെല്ലാ സിറ്റികളിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്, MICR ചെക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താ? ദി മെയിൻ ഓർ ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജ് ഓഫ് MICR ചെക്ക് ഈസ് ദാറ്റ് ഇറ്റ് വിൽ റെഡ്യൂസ് ദി ക്ലിയറൻസ് ടൈം. സോ MICR ചെക്ക് റെഡ്യൂസ് ദി ക്ലിയറൻസ് ടൈം. ഇത് ക്ലിയർ ആയിട്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാനുള്ള സമയം സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ് ചെയ്യുന്നു, വളരെയധികം കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ആൻഡ് ദസ് എനേബിൾ സ്വിഫ്റ്റ് ആൻഡ് ബെറ്റർ കസ്റ്റമർ സർവീസ്. പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ കസ്റ്റമർ സർവീസ് ഉറപ്പാക്കാൻ സാധിക്കുന്നതാണ്. MICR ചെക്സിൻ്റെ മെയിൻ ബെനിഫിറ്റ് അതാണ്. ക്ലിയറൻസ് ടൈം കുറച്ചു കൊണ്ടുവരികയും എത്രയും പെട്ടെന്ന് തന്നെ കസ്റ്റമറിൻ്റെ എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നു. ദെൻ ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അണ്ടർ ദിസ് സിസ്റ്റം ബാങ്ക്സ് ഇഷ്യൂ ചെക്സ് ആൻഡ് ഡ്രാഫ്റ്റ്സ് ഇൻ MICR ഫോർമാറ്റ്. MICR ഒരു പ്രത്യേക ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റാണ്, MICR ഫോർമാറ്റ്, യൂസിങ് സ്പെഷ്യൽ ക്വാളിറ്റി പേപ്പർ ആൻഡ് സ്പെസിഫിക്കേഷൻസ്. On MICR instruments there is a code line at the bottom containing information printed in magnetic ink. ഇവിടെ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് അകത്ത് ആ ഇൻസ്ട്രുമെൻ്റ് ബോട്ടം ലൈനിൽ മാഗ്നറ്റിക് ഇങ്കിൽ ആണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് മാഗ്നറ്റിക് ഇങ്ക് എനേബിൾസ് മെക്കാനിക്കൽ പ്രോസസ്സിംഗ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡ്യൂസസ് ദ ക്ലിയറൻസ് ടൈം ആൻഡ് എൻഷുവേഴ്സ് സ്പീഡി സർവീസസ് ഫോർ ദി കസ്റ്റമർ. MICR ചെക്സ് ന്യൂ ഇൻട്രഡക്ഷൻ ആണ്, അത് ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് വി ഷാൽ ഗോ ടു ദി ക്രോസിംഗ് ഓഫ് ചെക്സ്. ക്രോസിംഗ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ചെക്ക് ക്രോസ് ചെയ്ത ചെക്കാണ്. ഇപ്പം ക്രോസിങ്ങിൻ്റെ ഒരു ക്രോസിങ്ങിൻ്റെ പ്രത്യേകത, ക്രോസിങ് പേയിങ് ബാങ്കർക്ക് കൊടുക്കുന്നൊരു ഇൻസ്ട്രക്ഷനാണ്. ചില പ്രത്യേക ക്രോസിങ്ങിൽ അത് കളക്റ്റിംഗ് ബാങ്കർക്കും വരും, നിർദ്ദേശം കൊടുക്കുന്നതായിട്ട് വരും. ജനറലി ക്രോസിംഗ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ഇൻസ്ട്രക്ഷൻ ഓർ ഇറ്റ്സ് എ വാർണിംഗ് ഗിവൺ ടു ദി പേയിങ് ബാങ്കർ. ചെക്ക് നമുക്ക് 2 തരത്തിൽ കാറ്റഗറൈസ് ചെയ്യാം. ഒരു ചെക്കാണെങ്കിൽ അത് ജനറൽ ക്രോസിങ്ങും സ്പെഷ്യൽ ക്രോസിങ്ങും ഉണ്ട്. ഇൻ കേസ് ഓഫ് ജനറൽ ക്രോസിംഗ് എന്താ? വെൻ 2 parallel transverse lines are put on the face of a check with or without the words not negotiable and company, account payee, etc. അപ്പം ഇതെന്തായിട്ട് മാറുന്നു? ഇതൊരു ജനറൽ ക്രോസിംഗ് ആയിട്ട് മാറുന്നു. അപ്പം ജനറൽ ക്രോസിങ്ങിൻ്റെ പ്രത്യേകത എന്താ? 2 parallel transverse lines ആണ് ജനറൽ ക്രോസിങ്ങിൻ്റെ പ്രത്യേകത. ഇനി പാരലൽ ട്രാൻസ്വേഴ്സ് ലൈനിൻ്റെ ഉള്ളിൽ നോട്ട് നെഗോഷ്യബിൾ, ദെൻ ആൻഡ് കമ്പനി, അക്കൗണ്ട് പേ ഉള്ളി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാം. ഇതെല്ലാം എന്തായിട്ട് വരുന്നത്? ഈ ജനറൽ ക്രോസിംഗ് ആണ്.
അപ്പം ജനറൽ ക്രോസിങ്ങിൽ ഈ 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, ജനറൽ ക്രോസിങ്. ഇനി സ്പെഷ്യൽ ക്രോസിങ്, വെൻ ദി നെയിം ഓഫ് എ ബാങ്ക് ഈസ് റിട്ടൺ ഓൺ ദി ഫേസ് ഓഫ് എ ചെക്ക്, ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് സ്പെഷ്യൽ ക്രോസിങ്. ഇപ്പോൾ ജനറൽ ക്രോസിങ്ങും സ്പെഷ്യൽ ക്രോസിങ്ങും ഉണ്ട്. ജനറൽ ക്രോസിങ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, ചെക്കിൻ്റെ സാധാരണഗതിയിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആ എഡ്ജ് നോക്കി 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ വരച്ചാൽ മതി. അതൊരു ജനറലി ക്രോസ് ചെക്കായിട്ട് മാറി. ഇനി ഈ ലൈനിൻ്റെ ഉള്ളിൽ ആൻഡ് കമ്പനി, നോട്ട് നെഗോഷ്യബിൾ, അക്കൗണ്ട് പേ ഉള്ളി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം. അതിങ്ങനെ ഈ ട്രാൻസ്വേഴ്സ് ലൈൻ ഉണ്ടെങ്കിൽ അതൊരു ജനറലി ക്രോസ് ചെക്കായിട്ട് മാറുന്നു. സ്പെഷ്യലി ക്രോസ് ചെക്കിന് ഈ പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ ഉണ്ടാകണമെന്നില്ല. ഇനി ഈ 2 ലൈനിൻ്റെ ഇടയിലാണ് ഒരു ബാങ്കിൻ്റെ പേര് എഴുതുന്നതെങ്കിലും അതും സ്പെഷ്യൽ ക്രോസിംഗ് ആണ്. ജനറൽ ക്രോസിങ്ങിൻ്റെ പ്രത്യേകത, ജനറലി ക്രോസ് ചെക്ക് ക്യാൻ ബി പെയ്ഡ് ഓൺലി ത്രൂ എ ബാങ്ക്, ഓൺലി ത്രൂ എനി ബാങ്ക്. നമുക്കെന്താ, ഇറ്റ് കനോട്ട് ബി എൻക്യാഷ് അക്രോസ് ദി കൗണ്ടർ. ഇത് കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്താൽ പേയ്മെൻറ്റ് കിട്ടുകയില്ല. ഇത് പേയ്മെൻറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി പ്രസൻറ്റ് ഫോർ പേയ്മെൻറ്റ് ബൈ എനി ബാങ്ക്. ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഏൽപ്പിച്ചാൽ മതി. ഇറ്റ് ക്യാൻ ബി കളക്റ്റഡ് ബൈ എനി ബാങ്ക്, ബട്ട് ഇറ്റ് കനോട്ട് ബി എൻക്യാഷ് അക്രോസ് ദി കൗണ്ടർ ഇൻ കേസ് ഓഫ് എ ജനറലി ക്രോസ് ചെക്ക്. സ്പെഷ്യൽ ക്രോസിംഗ് ആണെങ്കിൽ എന്താ, ദി പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഓൺലി ടു ദി ബാങ്ക്, ഓൺലി ടു ദി ബാങ്ക് വിച്ച് നെയിം അപ്പിയേഴ്സ് ഓൺ ദി ഫേസ്, ഓൺലി ടു ദാറ്റ് ബാങ്ക് ഹൂസ് നെയിം അപ്പിയേഴ്സ് ഓൺ ദി ഫേസ് ഓഫ് ദി ചെക്ക്. ചെക്കിൻ്റെ ഫ്രണ്ട് വശത്ത് ഏത് ബാങ്കിൻ്റെ പേരാണോ എഴുതിയിരിക്കുന്നത് ആ ബാങ്കിൽ മാത്രമേ പേയ്മെൻറ്റ് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ആ ബാങ്കിൻ്റെ ഓതറൈസ് കളക്ഷൻ ഏജൻറ്റിന് വേണമെങ്കിലും കൊടുക്കാം. ഇതാണ് ഈ ജനറൽ ക്രോസിങ്ങും സ്പെഷ്യൽ ക്രോസിങ്ങുമായിട്ടുള്ള പ്രത്യേകത. ഒരു ബാങ്കിൻ്റെ ഒരു ചെക്കിൻ്റെ ഫ്രണ്ടിൽ 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈനാണ് ഉള്ളതെങ്കിൽ ഇത് ഏത് ബാങ്ക് കളക്ഷന് വേണ്ടി പ്രസൻറ്റ് ചെയ്താലും പേയിങ് ബാങ്കർക്ക് വളരെ സേഫായിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് നടത്താം. ഇനി ഒരു ബാങ്കിൻ്റെ പേരാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓതറൈസ് കളക്ഷൻ ഏജൻറ്റുമാരോ ഇത് പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ പേയ്മെൻറ്റ് കൊടുക്കാവുള്ളൂ. പ്രത്യേകം നമ്മൾ മെയിൻലി അത്ര ഓർത്തിരുന്നാൽ മതി. എ ജനറലി ക്രോസ് ചെക്ക് ക്യാൻ ബി പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ബൈ എനി ബാങ്ക് ഓർ പേയ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ടു എനി ബാങ്ക്. In case of a specially crossed check, the payment has to be made only to the bank whose name appears on the face of the check. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രസൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓതറൈസ്ഡ് ഏജൻറ്റുമാരായിരിക്കണം. ഒരു ജനറൽ ക്രോസിംഗ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് പ്രസൻറ്റ് ചെയ്താൽ മതി. നമുക്കെന്താ, കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്ത് പണം വാങ്ങാൻ പറ്റില്ല, പണം സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെന്താ, ക്രോസിംഗ് ഓഫ് ചെക്കാണ്. നമ്മൾ ജനറൽ ക്രോസിങ്ങും സ്പെഷ്യൽ ക്രോസിങ്ങും പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ഇനി ജനറൽ ക്രോസിംഗ്, സ്പെഷ്യൽ ക്രോസിംഗ്. ഇപ്പോൾ ജനറൽ ക്രോസിങ്ങിന് എന്താ, പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ മതി. ഇതൊരു പേയിങ് ബാങ്കർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ്. ഇത് ഏതെങ്കിലും ഒരു ബാങ്ക് പ്രസൻറ്റ് ചെയ്താൽ പേയ്മെൻറ്റ് കിട്ടും. സ്പെഷ്യൽ ക്രോസിംഗ് ആണെങ്കിൽ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ അതിൻ്റെ ആ സ്പെസിമിനൊക്കെ ഓർത്തിരിക്കുക. ഇപ്പം ജനറൽ ക്രോസിംഗ് ആണെങ്കിൽ 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ വരച്ച് വെക്കുക. ഇനി അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ എന്താണ്, ആൻഡ് കമ്പനി എഴുതാം, അല്ലെങ്കിൽ ആൻഡ് കമ്പനിയുടെ സൈൻ മാത്രം കൊടുക്കാം, നോട്ട് നെഗോഷ്യബിൾ എന്ന് കൊടുക്കാം, അക്കൗണ്ട് പേ എഴുതാം, അക്കൗണ്ട് പേ ഉള്ളി എഴുതാം. ദെൻ ഇങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, അത് ജനറൽ ക്രോസിംഗ് ആണ്. അപ്പോൾ ഈ ജനറൽ ക്രോസ് വന്നു കഴിഞ്ഞാൽ ജനറലി ക്രോസ് ചെക്ക് ആണെങ്കിൽ എന്താ, ഇത് ഏതെങ്കിലും ഒരു ബാങ്ക് പേയ്മെൻറ്റിന് വേണ്ടി പ്രസൻറ്റ് ചെയ്താൽ മതി. സ്പെഷ്യൽ ക്രോസിംഗ് ആകുമ്പോൾ എന്താണ്, ഒരു ബാങ്കിൻ്റെ പേര്, ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ പേര്, കളക്റ്റിംഗ് ബാങ്കിൻ്റെ പേര് ആ ചെക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിരിക്കണം. എങ്കിൽ മാത്രമേ അതൊരു സ്പെഷ്യൽ ക്രോസിംഗ് ആയി മാറുന്നുള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ ആ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ദി നെയിം ഓഫ് ദി കളക്റ്റിംഗ് ബാങ്കർ ഈസ് കമ്പൽസറിലി റിക്വയർഡ് ടു ബി ഷോൺ ഓൺ ദി ഫേസ് ഓഫ് ദി ചെക്ക്. കളക്റ്റിംഗ് ബാങ്കിൻ്റെ പേര് നിർബന്ധമായിട്ടും ചെക്കിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കണം ഇൻ കേസ് ഓഫ് സ്പെഷ്യൽ ക്രോസിംഗ്. Then again, 2 parallel transverse lines are not required. പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ ആവശ്യമില്ല. ജനറൽ ക്രോസിംഗ് ആണെങ്കിൽ അതിൻ്റെ എസെൻഷ്യൽ പോയിൻ്റ് ഈ 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈനാണ് ജനറൽ ക്രോസിങ്ങിന്.
സ്പെഷ്യൽ ക്രോസിങ്ങിന് ഒരു ബാങ്കിൻ്റെ പേര് ഫ്രണ്ടിൽ എഴുതുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ പോയിൻ്റായിട്ട് വരുന്നത്. ദെൻ വേഴ്സ് ലൈക്ക് നോട്ട് നെഗോഷ്യബിൾ, അക്കൗണ്ട് പെയിൻ, ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല. സ്പെഷ്യൽ ക്രോസിംഗ് ആണെങ്കിൽ ഒരു ബാങ്കിൻ്റെ പേര് ചെക്കിൻ്റെ ഫ്രണ്ടിൽ എഴുതുക. ബാക്കി ഒരു എസെൻഷ്യൽ കണ്ടീഷൻ അവിടെ വരുന്നില്ല. നമ്മൾ ട്രാൻസ്ഫേഴ്സ് ലൈൻ വേണമെന്നില്ല, അക്കൗണ്ട് പെയ്, നോട്ട് നെഗോഷ്യബിൾ എന്നൊന്നും എഴുതണമെന്നില്ല. ബാങ്കിൻ്റെ പേരുണ്ട് എങ്കിൽ അത് സ്പെഷ്യൽ ക്ലോസിംഗ് ആയിട്ട് മാറുന്നു. ദെൻ നമുക്കതിൻ്റെയും സ്പെഷ്യൽ ക്ലോസിങ്ങിൻ്റെ ഒക്കെ നമ്മളെന്താ ഒരു സ്പെസിമെൻ ഓർത്തിരിക്കണം. സ്പെസിമെൻ ഓർത്തിരുന്നാൽ അത് കറക്റ്റായിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മാറുന്നുള്ളൂ. ഇനി ജനറൽ ക്ലോസിങ്ങും സ്പെഷ്യൽ ക്ലോസിങ്ങും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് എന്താണെന്ന് നോക്കാം. ജനറൽ ക്ലോസിങ്ങിന് എന്താ? ഇൻ കേസ് ഓഫ് ജനറൽ ക്ലോസിംഗ് 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് ആർ കമ്പൽസറി. ഒരു ജനറൽ ക്ലോസിംഗ് ഉണ്ടാകണമെങ്കിൽ 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് ആർ കമ്പൽസറി. ഇൻ കേസ് ഓഫ് സ്പെഷ്യൽ ക്ലോസിംഗ് ദീസ് പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് ആർ നോട്ട് കമ്പൽസറി. അത് യാതൊരു നിർബന്ധവുമില്ല. ദെൻ ദി വേഴ്സ് ആൻഡ് കമ്പനി, നോട്ട് നെഗോഷ്യബിൾ, എക്സെട്ര ദെൻ മേ ഓർ മേ നോട്ട് ബി റിട്ടേൺ. ജനറൽ ക്ലോസിങ്ങിന് ഇത് എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യാം. അതേസമയം സ്പെഷ്യൽ ക്ലോസിംഗ് ആണെങ്കിൽ ഈ വാക്കുകൾ എഴുതാൻ പാടില്ല. ഈ വാക്കുകൾ സാധാരണ എഴുതാറില്ല. ദെൻ ഇൻ കേസ് ഓഫ് ജനറൽ ക്ലോസിംഗ് ദി നെയിം ഓഫ് ദി കളക്ടിംഗ് ബാങ്കർ ഈസ് നോട്ട് റിക്വയർഡ്. കളക്ടിംഗ് ബാങ്കറിൻ്റെ പേര് എഴുതണമെന്നില്ല. ഇൻ കേസ് ഓഫ് സ്പെഷ്യൽ ക്ലോസിംഗ് ദി നെയിം ഓഫ് ദി കളക്ടിംഗ് ബാങ്കർ ഈസ് കമ്പൽസറിലി റിക്വയർഡ്. സ്പെഷ്യൽ ക്ലോസിംഗ് ഉണ്ടാകുന്നത് എന്താ? കളക്ടിംഗ് ബാങ്കിൻ്റെ പേര് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. കളക്ടിംഗ് ബാങ്കിൻ്റെ പേരുണ്ടെങ്കിൽ മാത്രമേ അതൊരു സ്പെഷ്യൽ ക്ലോസിംഗ് ആകുന്നുള്ളൂ. ദെൻ ഇൻ കേസ് ഓഫ് ജനറൽ ക്ലോസിംഗ് ദി ഡ്രോയി ബാങ്ക് ക്യാൻ പേ ദി എമൗണ്ട് ടു എനി ബാങ്ക്. ഏതെങ്കിലും ബാങ്കിന് വേണമെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാം. ഇൻ കേസ് ഓഫ് സ്പെഷ്യൽ ക്ലോസിംഗ് ദി ഡ്രോയി ബാങ്ക് ക്യാൻ പേ ദി എമൗണ്ട് ഓൺലി ടു ദി ബാങ്ക് നെയിംഡ് ഇൻ ദി ചെക്ക്. ഏത് ബാങ്കിൻ്റെ പേരാണോ ചെക്കിൽ എഴുതിയിരിക്കുന്നത് കളക്ടിംഗ് ബാങ്കറായിട്ട്, ആ ബാങ്കിന് മാത്രമേ പേയ്മെൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ. ഓർ ഇറ്റ്സ് കളക്ഷൻ ഏജൻറ്റ്. ഇനി ആ ബാങ്കിന് ഒരു കളക്ഷൻ ഏജൻ്റ് ഉണ്ട്, ഓതറൈസ് കളക്ഷൻ ഏജൻറ്റിനോ വേണമെങ്കിൽ ഇതിൻ്റെ എമൗണ്ട് കൊടുക്കാം. ദെൻ നെക്സ്റ്റ്, ദിസ് ജനറൽ ക്ലോസിംഗ് ഈസ് ലെസ് സേഫർ ദാൻ സ്പെഷ്യൽ ക്ലോസിംഗ്. സ്പെഷ്യൽ ക്ലോസിംഗ് ഈസ് മോർ സേഫർ ദാൻ ജനറൽ ക്ലോസിംഗ്. ദെൻ വെൻ എ ജനറലി ക്രോസ് ചെക്ക് ഈസ് കൺവേർട്ടഡ് ഇൻടു സ്പെഷ്യൽ ക്രോസ് വിതൗട്ട് ദി നോളജ് ഓഫ് ദി ഡ്രോയർ. ഒരു ജനറലി ക്രോസ് ചെക്കാണെങ്കിൽ അതിനൊരു സ്പെഷ്യലി ക്രോസ് ചെക്കായിട്ട് മാറ്റാൻ ഡ്രോയറിൻ്റെ അനുവാദമോ പെർമിഷനോ ആവശ്യമില്ല. അതേസമയം വെൻ എ സ്പെഷ്യലി ക്രോസ് ചെക്ക് ഈസ് കൺവേർട്ടഡ് ഇൻടു ജനറലി ക്രോസ് ചെക്ക് വിതൗട്ട് ദി കൺഫർമേഷൻ ഓഫ് ദി ഡ്രോയർ ഇറ്റ് ഈസ് മെറ്റീരിയൽ ഓൾട്രേഷൻ. ഇപ്പോൾ ഒരു ജനറലി ക്രോസ് ചെക്കിനെ നമ്മളൊരു സ്പെഷ്യലി ക്രോസ് ചെക്കാക്കി മാറ്റുന്നതിന് ഡ്രോയറിൻ്റെ കൺഫർമേഷൻ ആവശ്യമില്ല. ആ ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന ആളുടെ കൺഫർമേഷനോ സമ്മതമോ ആവശ്യമില്ല. അതേസമയം ഒരു സ്പെഷ്യലി ക്രോസ് ചെക്ക് ജനറലി ക്രോസ് ചെക്കായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദി പ്രയർ കൺസെൻറ്റ് ഓഫ് ദി ഡ്രോയർ ഈസ് റിക്വയർഡ്, അതർവൈസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ ഓൾട്രേഷൻ. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്, ഡ്രോയറിൻ്റെ സിഗ്നേച്ചർ അവിടെ അറ്റാച്ച് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതൊരു മെറ്റീരിയൽ ഓൾട്രേഷനായിട്ട് മാറും. ദെൻ ദി പേയിങ് ബാങ്കർ ക്യാൻ സേഫ്ലി റെഫ്യൂസ് ദി പേയ്മെൻറ്റ്. പേയിങ് ബാങ്കർക്ക് അതിൻ്റെ പേയ്മെൻറ്റ് റെഫ്യൂസ് ചെയ്യാം. സോ ഇതാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ് ആയിട്ട് വരുന്നത് ജനറൽ ക്ലോസിങ്ങും സ്പെഷ്യൽ ക്ലോസിങ്ങുമായിട്ട്. ഇനി ഡബിൾ ക്രോസിങ്. ഡബിൾ ക്രോസിങ് എന്താണ്? വെൻ എ ചെക്ക് ഈസ് സ്പെഷ്യലി ക്രോസ് ടു മോർ ദാൻ വൺ ബാങ്കർ. ഒന്നിലധികം ബാങ്കുകളുടെ പേരിൽ ഒരു ചെക്ക് സ്പെഷ്യലി ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതിനെന്താ പറയുന്നത്? ഡബിൾ ക്രോസിങ്. ഡബിൾ ക്രോസിങ് ബാങ്കുകൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രാക്ടീസ് അല്ല. നമുക്കെന്താ, ഇൻ കേസ് ഓഫ് സ്പെഷ്യൽ ക്ലോസിങ് ഇറ്റ് ക്യാൻ ബി ഓൺലി വൺസ് ഇറ്റ് ക്യാൻ ബി ക്രോസ്ഡ്. ഇനി അതല്ല എങ്കിൽ എന്താണ്, ഒരു കളക്ഷൻ ഏജൻ്റായിട്ട് വേണമെങ്കിൽ മറ്റൊരു ബാങ്കിൻ്റെ പേര് അപ്പിയർ ചെയ്യാവുന്നേ ഉള്ളൂ. So in other words, if a check bears 2 separate special crossings, it is said to have been doubly crossed. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് 2 സ്പെഷ്യൽ ക്രോസിങ് ഒരു ചെക്കിൽ അപ്പിയർ ചെയ്യുകയാണ്, അതാണ് ഡബിളി ക്രോസ് എന്ന് നമ്മൾ പറയും. ദെൻ നമ്മളെന്താ, ആദ്യത്തെ ഒരു ക്രോസിങ്ങിൻ്റെ ദി ഫസ്റ്റ് സ്പെഷ്യൽ ക്രോസിങ് ഡിഫീറ്റഡ് ബൈ ദി സെക്കൻഡ് സ്പെഷ്യൽ ക്രോസിങ്.
ആദ്യത്തെ സ്പെഷ്യൽ ക്ലോസിങ് എന്താണ്, അത് ഇല്ലാതാകുന്നു സെക്കൻഡ് സ്പെഷ്യൽ ക്ലോസിങ് വന്നു കഴിയുമ്പോൾ. പക്ഷേ ഇങ്ങനൊരു ഡബിൾ ക്രോസിങ് വന്നു കഴിഞ്ഞാൽ എന്താ, ദി പേയിങ് ബാങ്കർ ജനറലി റെഫ്യൂസസ് ടു പേ ദി എമൗണ്ട് ഓഫ് എ ഡബിളി ക്രോസ് ചെക്ക്. ഡബിൾ ക്രോസിങ്ങിൽ പേയിങ് ബാങ്കർ ജനറലി റെഫ്യൂസ് ടു മേക്ക് ദി പേയ്മെൻറ്റ്. കാരണം ഇത് ബാങ്കിങ് സെക്ടറിൽ അനുവദിച്ചിരിക്കുന്ന ഒരു അറേഞ്ച്മെൻ്റ് അല്ല. ദെൻ നെക്സ്റ്റ് വി ക്യാൻ ഗോ ത്രൂ ദി നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ്. നോട്ട് നെഗോഷ്യബിൾ, നമ്മൾ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോസിങ് നോക്കുകയാണെങ്കിൽ ആദ്യം എന്താ, ഡബിൾ ക്രോസിങ് വരുന്നുണ്ട്, ഡബിൾ ക്രോസിങ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ്. നോട്ട് നെഗോഷ്യബിൾ, നമ്മൾ ആ ദി വേർഡ്സ് നോട്ട് നെഗോഷ്യബിൾ മേ ബി ഇൻക്ലൂഡഡ് ഇൻ എ ജനറൽ ഓർ സ്പെഷ്യൽ ക്രോസിങ്. നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ് ഡസ് നോട്ട് റെസ്ട്രിക്ട് ദി ട്രാൻസ്ഫറബിലിറ്റി ഓഫ് എ ചെക്ക്. നോട്ട് നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ എന്താ, നോട്ട് നെഗോഷ്യബിൾ ക്ലോസിങ് ഡസ് നോട്ട് റെസ്ട്രിക്ട് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് എ ചെക്ക്. അതിൻ്റെ ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അത് ചെക്ക് ചെയ്യുന്നില്ല. നോട്ട് നെഗോഷ്യബിൾ. ബട്ട് നെഗോഷ്യബിലിറ്റി എന്താ വന്നിരിക്കുന്നത്, ദി ട്രാൻസ്ഫറർ കനോട്ട് ട്രാൻസ്ഫർ എ ബെറ്റർ ടൈറ്റിൽ ദാൻ ഹിസ് ഓൺ ടു ദി ട്രാൻസ്ഫറി. നോട്ട് നെഗോഷ്യബിൾ അതാണ്. ട്രാൻസ്ഫററിൻ്റെ ടൈറ്റിൽ ഡിഫക്റ്റീവ് ആണെങ്കിൽ ട്രാൻസ്ഫറുടെ ടൈറ്റിലും ഡിഫക്റ്റീവ് ആയിരിക്കും. നോട്ട് നെഗോഷ്യബിൾ. നോട്ട് നെഗോഷ്യബിൾ ക്ലോസിങ് that doesn't restrict the transferability of the check, but in case of not negotiable closing, ഇവിടെ എന്താണ്, the transferee cannot transfer a better title than his own to the transfer. The transferee cannot get than the transferor. ട്രാൻസ്ഫററിൻ്റെ ടൈറ്റിൽ ഡിഫക്റ്റീവ് ആണെങ്കിൽ ട്രാൻസ്ഫറിയുടെ ടൈറ്റിലും ഡിഫക്റ്റീവ് ആയിരിക്കും. അതാണ് നോട്ട് നെഗോഷ്യബിൾ ക്ലോസിങ്ങിൽ പറയുന്നത്. ദെൻ a check crossed with the words not negotiable can easily be transferred from one person to another. അത് നമുക്കെന്താ ജനറലി സാധാരണഗതിയിൽ ട്രാൻസ്ഫർ ചെയ്യാം. ബട്ട് ദീസ് വേർഡ്സ് സെർവ് ആസ് എ വാർണിംഗ് ടു ദി ട്രാൻസ്ഫറി. ട്രാൻസ്ഫറിക്ക് ഒരു വാർണിംഗ് ആണ്. ഇതാർക്കാണോ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത്, ട്രാൻസ്ഫറി അയാൾക്കൊരു വാർണിംഗ് കൊടുക്കുകയാണ്, ദാറ്റ് ഹി വിൽ നോട്ട് ഗെറ്റ് എ ബെറ്റർ ടൈറ്റിൽ ദാൻ ദാറ്റ് ഓഫ് ദി ട്രാൻസ്ഫറർ. ഇപ്പം നോട്ട് നെഗോഷ്യബിൾ ക്ലോസിങ് അതേ ഉള്ളൂ. ദി ട്രാൻസ്ഫറി വിൽ നോട്ട് ഗെറ്റ് എ ബെറ്റർ ടൈറ്റിൽ than that of the transferor. If the transferee's title is defective, then automatically transferee's title also will be defective. അതാണ് നോട്ട് നെഗോഷ്യബിൾ ട്രാൻസ്ഫറിൻ്റെ ഒരു പ്രത്യേകത. അത് നമുക്കൊരു സ്പെഷ്യൽ ക്രോസ് ചെക്ക് ആണെങ്കിലും ജനറൽ ക്രോസ് ചെക്ക് ആണെങ്കിലും അതിൽ നോട്ട് നെഗോഷ്യബിൾ ക്ലോസിങ് നമുക്ക് ആഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഈസ് അക്കൗണ്ട് പേയി ക്രോസിങ്. അക്കൗണ്ട് പേയി ക്രോസിങ് എന്ന് നമ്മൾ ആ ടു പാരലൽ ട്രാൻസ്വേഴ്സ് ലൈനിൻ്റെ ഉള്ളിൽ അക്കൗണ്ട് പേയി ഓർ അക്കൗണ്ട് പേയി ഒള്ളി എന്ന് രേഖപ്പെടുത്തുന്നു. അപ്പം അക്കൗണ്ട് പേയി ആണെങ്കിൽ എന്താ, ദി എമൗണ്ട് ക്യാൻ ബി പെയ്ഡ് ഒള്ളി ഇൻ ടു ദി അക്കൗണ്ട് ഓഫ് ദി പേയി. പേയ്സ് അക്കൗണ്ടിലേക്ക് മാത്രമേ ഈ എമൗണ്ട് പേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ദി വേർഡ്സ് അക്കൗണ്ട് പേയി ഓർ അക്കൗണ്ട് പേയി ഒള്ളി ഓർ പേയ്സ് അക്കൗണ്ട്, ഇത് ദാറ്റ് മേ ബി ഇൻക്ലൂഡഡ് ഇൻ ജനറൽ ഓർ സ്പെഷ്യൽ ക്ലോസിങ്. നമുക്ക് ജനറൽ ക്ലോസിങ് ആണെങ്കിലും സ്പെഷ്യൽ ക്ലോസിങ് ആണെങ്കിലും അക്കൗണ്ട് പേയി ഇൻക്ലൂഡ് ചെയ്യാം. Then these words are a warning to the collecting banker. ഈ അക്കൗണ്ട് പേയി ഉള്ളി പേയ്സ് അക്കൗണ്ട് ഇതൊക്കെ എന്താ, കളക്റ്റിംഗ് ബാങ്കറിന് കൊടുക്കുന്ന ഒരു വാർണിംഗ് ആണ്. സോ ദീസ് വേർഡ്സ് ആർ വാർണിംഗ് ടു ദി കളക്റ്റിംഗ് ബാങ്കർ ദാറ്റ് ഹി ഷുഡ് നോട്ട് കളക്ട് എ ചെക്ക് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ അതർ ദാൻ ദി പേയി. He should not collect a check for the benefit of a person other than the payee, or the amount of such a check should be collected only for the payee's benefit. പേയുടെ ബെനിഫിറ്റിന് വേണ്ടി പേയുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ ഇത് കളക്ട് ചെയ്യാവുള്ളൂ. കാരണം ഇതൊരു വാണിംഗ് ആണ്, കളക്റ്റിംഗ് ബാങ്കർക്ക് കൊടുക്കുന്നൊരു വാണിംഗ് ആണ്. മറ്റാരെങ്കിലും ഈ ചെക്ക് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. സോ it is his duty to make sure that the amount of such a check is received by the payee alone and not by anyone else. ഇപ്പം കളക്റ്റിംഗ് ബാങ്കർ എന്താ ഉറപ്പാക്കേണ്ടത്, ഒരു അക്കൗണ്ട് പേയി ക്രോസ് ചെക്ക് ആണെങ്കിൽ പേയി ആണ് ഈ എമൗണ്ട് സ്വീകരിച്ചിരിക്കുന്നത്, ഈ എമൗണ്ട് പേയുടെ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്, മറ്റാരും ഈ എമൗണ്ട് റിസീവ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത ഇൻ കേസ് ഓഫ് എൻ അക്കൗണ്ട് പേയി ക്രോസിങ് ദി കളക്റ്റിംഗ് ബാങ്കർ ഗോട്ട്. കളക്റ്റിംഗ് ബാങ്കർ അതിനുള്ളൊരു ബാധ്യതയുണ്ട്. നമ്മളതിൻ്റെ ആ രണ്ട് ഡിഫറൻസ് ഒന്ന് നോക്കാം. അക്കൗണ്ട് പേയി ക്ലോസിങ് നോട്ട് നെഗോഷ്യബിൾ ക്ലോസിങ്ങും അക്കൗണ്ട് പേയി ക്ലോസിങ്ങുമായിട്ട്. നോട്ട് നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ നെഗോഷ്യബിലിറ്റി അവിടെ റെസ്ട്രിക്റ്റ് ആകുന്നു.
ഇവിടെ ഒരു നല്ല ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു റൈറ്റ് വരുന്നില്ല. സോ ഇൻ കേസ് ഓഫ് നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ് ഇറ്റ് ടേക്സ് അവേ ദി നെഗോഷ്യബിലിറ്റി ഓഫ് എ ചെക്ക്, നോട്ട് ട്രാൻസ്ഫറബിലിറ്റി, നെഗോഷ്യബിലിറ്റി ഓഫ് എ ചെക്ക്. ദാറ്റ് മീൻസ് in case of a negotiably closed check or negotiably closed instrument, the transferor cannot transfer a better title than his own to the transferee. ഇതിൻ്റെ ട്രാൻസ്ഫറബിലിറ്റി അല്ല റെസ്ട്രിക്റ്റ് ചെയ്യുന്ന, നെഗോഷ്യബിലിറ്റി ആണ്. ദെൻ ഇൻ കേസ് ഓഫ് അക്കൗണ്ട് ബൈ ക്ലോസിംഗ്, സോ ഇറ്റ് ഡസ് നോട്ട് ടേക്ക് അവേ നൈദർ ദി നെഗോഷ്യബിലിറ്റി നോ ദി ട്രാൻസ്ഫറബിലിറ്റി ഓഫ് എ ചെക്ക്. സോ അതല്ല അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഇൻ കേസ് ഓഫ് അക്കൗണ്ട് ബൈ ക്ലോസിംഗ്, അക്കൗണ്ട് ബൈ ക്ലോസിംഗ് ടേക്ക് അവേ ബോത്ത് ദി നെഗോഷ്യബിലിറ്റി ആൻഡ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് എ ചെക്ക്. അക്കൗണ്ട് ബൈ ഉള്ളി വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അക്കൗണ്ട് ബൈ ക്ലോസിംഗ് വന്നു കഴിയുമ്പോൾ എന്താ, അക്കൗണ്ട് ബൈ ക്ലോസിംഗ് ടേക്സ് അവേ ബോത്ത് ദി നെഗോഷ്യബിലിറ്റി ആൻഡ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് എ ചെക്ക്. ഇത് രണ്ടും എടുത്തു കളയുന്നു. കാരണം ഈ എമൗണ്ട് പേയ്സ് അക്കൗണ്ട്, പേയുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ കളക്ട് ചെയ്യാവുള്ളൂ. അപ്പം രണ്ടും അവിടെ എന്താണ് എടുത്തു കളയപ്പെടുക ചെയ്യുന്നത്, ട്രാൻസ്ഫറബിലിറ്റിയും നെഗോഷ്യബിലിറ്റിയും. ദെൻ ഇറ്റ്സ് എ വാർണിംഗ് ടു, ഇൻ കേസ് ഓഫ് നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ്, ഇറ്റ്സ് എ വാർണിംഗ് ടു ദി ട്രാൻസ്ഫറി ദാറ്റ് ഹി വിൽ നോട്ട് ഗെറ്റ് എ ബെറ്റർ ടൈറ്റിൽ ദാൻ ദാറ്റ് ഓഫ് ദി ട്രാൻസ്ഫറർ. അപ്പം നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ് വന്നു കഴിയുമ്പോൾ എന്താ, നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ് ഇറ്റ്സ് എ വാർണിംഗ് ടു ദി ട്രാൻസ്ഫറി. ട്രാൻസ്ഫറിക്ക് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്, യു വിൽ നോട്ട് ഗെറ്റ് എ ബെറ്റർ ടൈറ്റിൽ ദാൻ ദാറ്റ് ഓഫ് ദി ട്രാൻസ്ഫറർ. ഈ ചെക്ക് നിനക്ക് ആരാണോ തരുന്നത് അവിടെ ടൈറ്റിൽ ഡിഫക്റ്റീവ് ആണെങ്കിൽ നിൻ്റെയും ടൈറ്റിൽ ഡിഫക്റ്റീവ് ആയിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് അക്കൗണ്ട് ബൈ ക്ലോസിംഗ് ഇറ്റ്സ് എ വാർണിംഗ് ഗിവൺ ടു ദി കളക്ടിംഗ് ബാങ്കർ. അക്കൗണ്ട് ബൈ ക്ലോസിംഗ് ഇസ് എ വാർണിംഗ് ഗിവൺ ടു ദി കളക്ടിംഗ് ബാങ്കർ. Then he should collect the account, he should collect the check only for the payee. അക്കൗണ്ട് ബൈ ക്ലോസിംഗിൽ എന്താ, കളക്ടിംഗ് ബാങ്കർക്ക് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്, he should collect the amount only for the benefit of the payee. പേയി ആയിട്ട് ആരുടെ പേരാണോ ചെക്കിൽ അപ്പിയർ ചെയ്യുന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് അവരുടെ ബെനിഫിറ്റിന് വേണ്ടി മാത്രമേ ഇത് കളക്ട് ചെയ്യാവുള്ളൂ. സോ അക്കൗണ്ട് ബൈ ക്ലോസിംഗ് ഈസ് എ വാർണിംഗ് ഗിവൺ ടു ദി കളക്ടിംഗ് ബാങ്കർ. ദെൻ in case of not negotiable closing, the amount of such check can be credited by the collecting bank to the account of the payee or any other party. ഇപ്പം നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ് ആണെങ്കിൽ ആ ചെക്കിൻ്റെ എമൗണ്ട് കളക്ടിംഗ് ബാങ്കർക്ക് പേയുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ മറ്റാരുടെ അക്കൗണ്ടിലേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം, അതിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ബട്ട് ഇൻ കേസ് ഓഫ് അക്കൗണ്ട് ബൈ ക്ലോസിംഗ്, ദി എമൗണ്ട് ഓഫ് സച്ച് എ ക്രോസ് ചെക്ക്, ദാറ്റ് മീൻസ് ദി എമൗണ്ട് ഓഫ് ആൻ അക്കൗണ്ട് ബൈ ക്രോസ് ചെക്ക് ക്യാൻ ബി ക്രെഡിറ്റഡ് only to the payee's account, not to anybody else account. ആരുടെ പേരാണോ പേയി ആയിട്ട് ആ ചെക്കിൽ അപ്പിയർ ചെയ്യുന്നത് അയാളുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഇൻ പ്രാക്ടീസ് സച്ച് എ ചെക്ക് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അപ്പം നോട്ട് നെഗോഷ്യബിൾ ഉണ്ടെങ്കിലും സാധാരണയായിട്ടത് ട്രാൻസ്ഫർ ചെയ്യപ്പെടാറുണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് അക്കൗണ്ട് ബൈ ക്ലോസിംഗ് such a check is not transferred from one person to another. അക്കൗണ്ട് ബൈ ക്ലോസിംഗ് നടത്തിയിരിക്കുന്ന ഒരു ചെക്ക് സാധാരണഗതിയിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാറില്ല. കാരണം അക്കൗണ്ട് ബൈ ക്ലോസിംഗ് റെസ്ട്രിക്ട് ബോത്ത് ദി നെഗോഷ്യബിലിറ്റി ആൻഡ് ട്രാൻസ്ഫറബിലിറ്റി. ദെൻ ഇൻ കേസ് ഓഫ് നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ് ഇറ്റ് ഈസ് ലെസ് സേഫർ ദാൻ ദി അക്കൗണ്ട് ബൈ ക്ലോസിംഗ്. അക്കൗണ്ട് ബൈ ക്ലോസിംഗ് എന്താണ്, അത് അക്കൗണ്ട് ബൈ ക്ലോസിങ്ങിനേക്കാളും നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ് ലെസ് സേഫറാണ്, സുരക്ഷിതത്വം കുറവാണ്. ഏറ്റവും സുരക്ഷിതമായ ഒരു ക്ലോസിംഗ് ആണ് എന്താണ്, അക്കൗണ്ട് ബൈ ക്ലോസിംഗ്. ഇറ്റ്സ് മോർ സേഫർ. ദെൻ നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ് ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ലോ. നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ് ഈസ് റെക്കഗ്നൈസ്ഡ്, നിയമം അംഗീകരിച്ചിട്ടുണ്ട്. ബട്ട് അക്കൗണ്ട് ബൈ ക്ലോസിംഗ് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ലോ ബട്ട് ഓൺലി ബൈ ബാങ്കിങ് കസ്റ്റം. അപ്പോൾ ഈ അക്കൗണ്ട് ബൈ ക്ലോസിംഗ് എന്താണ്, ചെക്കുകൾക്ക് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുള്ളൂ. ഇതൊരു ബാങ്കിങ് കസ്റ്റമായിട്ട് ബാങ്കുകളാണ് ഇത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. നിയമം ഇതിന് റെക്കഗ്നിഷൻ കൊടുത്തിട്ടില്ല.